നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളും. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അസൈൻമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇൻടേക്ക് 6ലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന 4 ഇയർ UG, അതുപോലെ തന്നെ UG, അതുപോലെ തന്നെ PG പ്രോഗ്രാമിലെ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റുകളാണ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം യൂണിവേഴ്സിറ്റി ഈ കുട്ടികൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/1/2026, അതായത് ജാനുവരി 18 ആയിരുന്നു അവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് നിവേദനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിലാണ് യൂണിവേഴ്സിറ്റി വീണ്ടും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 1 വരെയാണ്. അപ്പോൾ ഫെബ്രുവരി 1 വരെയാണ് നിങ്ങൾക്ക് ലേറ്റ് ഫീ കൂടാണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫെബ്രുവരി 1 ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റ് ഫീ ആയിട്ട് നിങ്ങൾക്ക് 50 രൂപ ഫൈൻ അടക്കേണ്ടി വരും. ഇനി കോഴ്സിന്റെ കാലാവധിക്ക് ശേഷമാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ ആയിട്ട് 100 രൂപയും അടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 1 ആണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ 2 അസൈൻമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിക്കരുത്. ഇത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ തന്നിരിക്കുന്നത്. സോ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഫൈനോട് കൂടി അല്ലാണ്ട് തന്നെ നിങ്ങളുടെ 2 അസൈൻമെന്റുകളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആരും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.